ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യാസഭാരതം കഥ കേൾക്കാം. വ്യാസഭാരതം എഴുതിയത് മയ്യനാട്ട് CV കുഞ്ഞുരാമൻ. പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ, ശൃംഗപുരം, കൊടുങ്ങല്ലൂർ. വ്യാസഭാരതം കഴിഞ്ഞ ദിവസം തൊട്ടാണ് വായിക്കാൻ തുടങ്ങിയത്. എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഹരേ കൃഷ്ണ. ആപദ്ധർമ്മം. സത്യവതിക്ക് ശന്തനു മഹാരാജാവിൻ്റെ പട്ടമഹിഷിയായി തീരുന്നതിനു മുൻപ് പരാശര മഹർഷിയിൽ നിന്ന് കൃഷ്ണൻ എന്നൊരു പുത്രൻ ജാതനായിട്ടുണ്ട്. ദ്വീപിൽ വെച്ച് ജാതനായതുകൊണ്ട് അദ്ദേഹത്തെ കൃഷ്ണദ്വൈപായൻ എന്നും വേദങ്ങളെ പകുത്തതു നിമിത്തം വേദവ്യാസൻ എന്നും പറഞ്ഞു വന്നിരുന്നു. പിതാവായ പരാശര മഹർഷിയോടു കൂടി അദ്ദേഹം പോയിരുന്നു എങ്കിലും മാതാവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായി സ്മരിച്ചാൽ ഉടൻ പ്രത്യക്ഷനായി കൊള്ളാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യവതി സ്വപുത്രനും വിഖ്യാതനുമായിരുന്ന വേദവ്യാസ മഹർഷിയെ സ്മരിക്കുകയും അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കുരുവംശത്തിന് സംഭവിച്ചിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹം മാതാവിൻ്റെ അപേക്ഷയനുസരിച്ച് സഹോദര ഭാര്യമാരെ സ്വീകരിച്ചു. അവരിൽ അംബികയ്ക്ക് ജാത്യന്തനായി ധൃതരാഷ്ട്രൻ എന്നും അംബാലികയ്ക്ക് പാണ്ഡുവർണ്ണത്തോടു കൂടി പാണ്ഡുവെന്നും ഓരോ പുത്രന്മാർ ജനിച്ചു. അംബാലികയുടെ ദാസിയിൽ വ്യാസന് വിതുരർ എന്ന് എത്രയും വിദ്വാനായ ഒരു പുത്രനും ജാതനായി. വ്യാസപുത്രന്മാർ 3 പേരെയും ഭീഷ്മർ സ്വപുത്രന്മാരെ പോലെ എത്രയും വാത്സല്യത്തോടു കൂടി ലാളിച്ചു വളർത്തി. അവർ ക്രമേണ വളർന്ന് രാജകുമാരന്മാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിദ്യകളിലും നിപുണന്മാരായി തീർന്നു. അവർക്ക് പ്രായപൂർത്തി വരുന്നതുവരെ രാജ്യകാര്യങ്ങൾ പ്രതിപുരുഷനായിട്ട് ഭീഷ്മർ തന്നെ നടത്തി വന്നു. ധൃതരാഷ്ട്രൻ അന്ധനായിരുന്നതുകൊണ്ട് പാണ്ഡുവിനെ കുരു രാജാവായി അഭിഷേകം ചെയ്തു. ഭീഷ്മരുടെ ഉപദേശമനുസരിച്ച് ഗാന്ധാര രാജാവിൻ്റെ പുത്രിയും ശകുനിയുടെ സഹോദരിയുമായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രൻ വിവാഹം ചെയ്തു. തൻ്റെ ഭർത്താവ് അന്ധനായിരുന്നതുകൊണ്ട് താനും അന്ധയായി തന്നെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വീരപത്നി ജീവിതകാലം മുഴുവൻ കണ്ണുകെട്ടി തന്നെ കഴിച്ചുകൂട്ടി എന്ന് ഒരു ഐതിഹ്യമുണ്ട്. യാദവരാജാവായ ശൂരസേനൻ്റെ പുത്രിയും ശ്രീകൃഷ്ണ പിതാവായ വസുദേവരുടെ സഹോദരിയുമായ പൃഥാദേവി പാണ്ഡുവിനെ സ്വയം വരിച്ചു. പൃഥയ്ക്ക് കുന്തി എന്നും പേരുണ്ടായിരുന്നു. മദ്ര രാജാവിൻ്റെ പുത്രിയും ഒരു പ്രസിദ്ധ സേനാനിയായിരുന്ന ശല്യരുടെ സഹോദരിയുമായ മാദ്രിയെ കൂടി പിന്നീട് പാണ്ഡുവേട്ടു. മാദ്രിയുടെ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ ചെല്ലും മുമ്പേ പാണ്ഡു ദിഗ്വിജയം ചെയ്ത് അനേകം രാജാക്കന്മാരെ കീഴടക്കി. അവരോട് വാങ്ങിയ കപ്പവും കാഴ്ചദ്രവ്യങ്ങളും കൊണ്ട് രാജധാനിയായ ഹസ്തിനാപുരത്തെ ഐശ്വര്യ സമൃദ്ധമാക്കി തീർത്തു. പാണ്ഡവന്മാരും കൗരവന്മാരും. അടുത്ത ഹെഡിങ്. പാണ്ഡു മഹാരാജാവിന് കുന്തിയിൽ യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ എന്ന് 3 പുത്രന്മാരും മാദ്രിയിൽ നകുല സഹദേവന്മാരെന്ന 2 പുത്രന്മാരും ജനിച്ചു. അവരുടെ ജനനത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. കുന്തിക്ക് ബാല്യമായിരുന്നപ്പോൾ ആ രാജകന്യക വിഖ്യാതനായ ദുർവാസാവിനെ ശുശ്രൂഷ കൊണ്ട് പ്രസാദിപ്പിക്കയാൽ ആ മഹർഷി ദേവാംശത്തോടു കൂടിയ വീരസന്തതികളെ പ്രദാനം ചെയ്യുന്ന ഒരു മന്ത്രം അവൾക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്നു. മന്ത്രശക്തിയെ പരീക്ഷിച്ചു നോക്കുവാനുള്ള കൗതുകത്താൽ കുന്തി അവിവാഹിതയായ കന്യകയായിരിക്കുമ്പോൾ തന്നെ ആ മന്ത്രം കൊണ്ട് ആദിത്യ ഭഗവാനെ ആവാഹിച്ചു. മന്ത്രശക്തിയാൽ അകാലത്തിൽ കുന്തി ഗർഭം ധരിച്ച് സുന്ദരനും സൂര്യ തേജസ്വിയുമായ കർണൻ എന്ന ഒരു പുത്രനെ പ്രസവിച്ചു. ഭർത്താവില്ലാത്ത കാലത്തുള്ള പുത്രോത്പാദനമാകയാൽ അപമാന ഭീരുത കൊണ്ട്
കുന്തി ആ പുത്രനെ വളർത്തുവാനായി ഒരു സൂതനെ ഏൽപ്പിച്ചു. വിവാഹാനന്തരം പാണ്ഡുവിൻ്റെ അനുമതിയോടുകൂടി കുന്തി ആ മന്ത്രം കൊണ്ട് ധർമ്മരാജാവായ യമനെ ആവാഹിച്ച് ധർമ്മതൽപരത കൊണ്ട് ധർമ്മപുത്രരെന്ന പ്രസിദ്ധ നാമത്തോടു കൂടിയ യുധിഷ്ഠിരൻ എന്നൊരു പുത്രനെയും അനന്തരം വായുവിനെ ആവാഹിച്ച് ഭീമകായവും ഭീമപരാക്രമവും കൊണ്ട് ഭീമൻ എന്ന് പ്രസിദ്ധനായി തീർന്ന ഒരു പുത്രനെയും ഇന്ദ്രനെ ആവാഹിച്ച് ഇന്ദ്രതുല്യ തേജസ്വിയും സമർത്ഥനുമായ അർജുനൻ എന്നൊരു പുത്രനെയും പ്രസവിച്ചു. അനന്തരം ഭർതൃഹിതമനുസരിച്ച് അനപത്യാർത്ഥയായ മാദ്രിക്കുകൂടി കുന്തി ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. മാദ്രി ആ മന്ത്രം കൊണ്ട് അശ്വനി ദേവന്മാരെ ആവാഹിച്ചു. ഗർഭം ധരിച്ച് നകുലനെന്നും സഹദേവനെന്നും 2 പുത്രന്മാരെ പ്രസവിച്ചു. പാണ്ഡുപുത്രന്മാരായ ഈ 5 പേരെയും പാണ്ഡവന്മാരെന്ന് പറഞ്ഞു വരുന്നു. പുത്രന്മാർ ബാല്യപ്രായം തരണം ചെയ്യും മുമ്പേ തന്നെ പാണ്ഡു ദേഹവിയോഗം ചെയ്തു. അക്കാലത്ത് നടപ്പനുസരിച്ച് ഭർത്താവിൻ്റെ മൃതശരീരം ദഹിപ്പിക്കുന്ന ചിതയിൽ ഭാര്യ കൂടി ദഹിക്കുക പതിവായിരുന്നു. കുലസ്ത്രീകൾ ആവശ്യം അനുഷ്ഠിക്കേണ്ടതായ ഈ സതീകർമ്മം നിറവേറ്റേണ്ട വിധവ ആരാണെന്ന് കുന്തിയും മാദ്രിയും തമ്മിൽ സ്നേഹവിവാദം നടന്നുവെങ്കിലും മാദ്രിയുടെ ഉത്സംഗത്തിൽ കിടന്നാണ് പാണ്ഡു ചരമം പ്രാപിച്ചതെന്നുള്ള അവകാശവാദം ചെയ്ത് മാദ്രി തന്നെ ഉടനടി ചാടി ആ കർമ്മം നിർവഹിച്ചു. തൻ്റെയും മാദ്രിയുടെയും പുത്രന്മാരെ അഭേദ വാത്സല്യത്തോടുകൂടി കുന്തി തന്നെ പരിചരിച്ചു വളർത്തി. അവരെല്ലാവരും ധൃതരാഷ്ട്രൻ്റെ രക്ഷയിൽ ഹസ്തിനപുരത്തിൽ പാർത്തു വന്നു. ഇതിനിടയ്ക്ക് ധൃതരാഷ്ട്രർക്ക് ദുര്യോധന ദുശാസനാദി 100 പുത്രന്മാരും ഒരു പുത്രിയും ഗാന്ധാരിയിൽ ജനിച്ചു. ഇവരെ 100 പേർ എന്നും കൗരവന്മാർ എന്നും പറഞ്ഞു വരുന്നു. ദുര്യോധനൻ്റെയും ഭീമൻ്റെയും ജനനം ഒരു ദിവസം തന്നെ ആയിരുന്നു. എങ്കിലും ജാതമുഹൂർത്തം 2 ആയിരുന്നു. ഭീമൻ്റെ ജനന സമയത്ത് ശുഭശകുനങ്ങളോടുകൂടി പ്രകൃതി പ്രസന്നമായിരുന്നു. എങ്കിലും ദുര്യോധനൻ്റെ ജനന സമയത്ത് ദുര്യോഗസൂചകമായ ദുശകുനങ്ങളോടുകൂടി പ്രകൃതി അപ്രസന്നമായിരുന്നു. വംശവിച്ഛേദകരങ്ങളായ ദുര്യോഗങ്ങളോട് കൂടിയ ഈ അപത്യത്തെ ഉപേക്ഷിക്കുകയാണ് നന്നെന്ന് വിതുരർ ഉപദേശിച്ചു. എങ്കിലും പുത്രവത്സരനായ ധൃതരാഷ്ട്രൻ ആ നിർദ്ദയം കർമ്മത്തിന് ഒരുങ്ങിയില്ല. പാണ്ഡവന്മാരും കൗരവന്മാരും ധൃതരാഷ്ട്രരുടെ രക്ഷയിൽ ഹസ്തിനപുര രാജധാനിയിൽ വളർന്നു വന്നു. അവർ രാജകുമാരന്മാരായിരുന്നു. എങ്കിലും സാധാരണ ബാലന്മാർക്കുള്ള ചപലതകളും ലീലകളും അവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരെക്കാളും ശക്തനും ഭീമാകായനുമായിരുന്ന ഭീമൻ ദുഷ്ടബുദ്ധിയായിരുന്നില്ലെങ്കിലും ബാലചാപല്യം കൊണ്ട് വികൃതി കുട്ടികളെ പോലെ പല വേണ്ടാതനങ്ങളും സഹോദരന്മാരായ 100 പേരോട് പ്രവർത്തിച്ചു വന്നു. ചിലപ്പോൾ അവർ കുളിക്കാൻ പോകുന്ന അവസരങ്ങളിൽ 8ഉം 10ഉം പേരെ ഒരുമിച്ച് പിടിച്ച് വെള്ളത്തിനടിയിൽ താഴ്ത്തി വെച്ച് ശ്വാസം മുട്ടിക്കും. മറ്റു ചില അവസരങ്ങളിൽ കുട്ടികൾ പഴങ്ങൾ പറിക്കാനായി മരങ്ങളിൽ കയറിയിരിക്കുമ്പോൾ മരം പിടിച്ച് കുലുക്കി പഴങ്ങളോട് കൂടി കുട്ടികളെയും ചെരിച്ചിടും. ഭീമൻ കളിക്കു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വന്നതെങ്കിലും കളി കാര്യമായി തീരുകയും 100 പേർക്ക് ഭീമാദികളോട് ബാല്യത്തിൽ തന്നെ അസൂയയും വൈരവും ഉദിക്കുകയും ചെയ്തു. 100 പേർക്ക് ഭീമനോടുള്ള സ്പർദ്ധ വർദ്ധിച്ച് അവർ ഭീമനെ നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. ഒരിക്കൽ അവർ എല്ലാവരും കൂടി ഗംഗാതീരത്തിൽ വിനോദാർത്ഥം താമസിക്കുമ്പോൾ ദുര്യോധനാദികൾ വിഷം കൊടുത്ത് ഭീമനെ മയക്കി കിടത്തി കൈകാലുകൾ വരിഞ്ഞു കെട്ടി ഗംഗയുടെ കയത്തിൽ വലിച്ചെറിഞ്ഞു. ഗംഗാഹൃദത്തിൽ മുങ്ങിത്താണ ഭീമനെ നാഗങ്ങൾ ദംശിച്ചു. വിഷത്തിനു വിഷം പ്രത്യൗഷധമായി വലിക്കയാൽ ഭീമൻ വിഷമൂർച്ചയിൽ നിന്ന് വിമുക്തനായി കെട്ടുകൾ പൊട്ടിച്ച് രക്ഷ പ്രാപിച്ചു. വിതുരൻ്റെയും ധർമ്മപുത്രരുടെയും ഉപദേശമനുസരിച്ച് ദുര്യോധനൻ്റെ ഈ ഭയങ്കര വഞ്ചനയെ വെളിപ്പെടുത്താതെ ഭീമൻ
വീണ്ടും 100 പേരോട് മുമ്പത്തെ പോലെ സൗഹാർദ്ദമായി തന്നെ പെരുമാറി വന്നു. എങ്കിലും ദുര്യോധനാദികൾക്ക് പാണ്ഡവന്മാരോടുള്ള സ്പർദ്ധ ദിവസേന വർദ്ധിച്ചുകൊണ്ടു തന്നെയിരുന്നു. രാജകുമാരന്മാർ സാധാരണ ബാലന്മാരെ പോലെ വിനോദിച്ചു വൃഥാ കാലം കഴിക്കുന്നത് കണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് കൃപാചാര്യർ എന്നൊരു ബ്രാഹ്മണനെ അവരുടെ വിദ്യാഭ്യാസത്തിന് നിയോഗിച്ചു. കൃപാചാര്യരുടെ സഹോദരീ ഭർത്താവായ ദ്രോണാചാര്യർ ആയിടയ്ക്ക് കൃപാചാര്യരോട് ഒരുമിച്ച് ഹസ്തിനാപുരത്തിൽ താമസിക്കുമായിരുന്നു. ദ്രോണാചാര്യർ വിശ്രുതനായ ഭരദ്വാജ മഹർഷിയുടെ പുത്രനായിരുന്നു. പാഞ്ചാല രാജാവായ ദ്രുപദൻ കുമാരനായിരിക്കുമ്പോൾ ഭരദ്വാജാശ്രമത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വിദ്യാഭ്യാസാർത്ഥം താമസിച്ചിരുന്നു. സമവയസ്കനായിരുന്ന ദ്രോണൻ ആ രാജകുമാരൻ്റെ സഖാവും സതീർത്ഥ്യനുമായി തീർന്നു. ദ്രുപദൻ സ്വപിതാവായ പൃഷതൻ്റെ കാലശേഷം രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി. ഏറെ താമസിയാതെ ദ്രോണൻ ആയുധവിദ്യ അഭ്യസിക്കുവാനായി ഭാർഗവാശ്രമത്തിലേക്കും പോയി. കുറേ കാലം കഴിഞ്ഞ് ധനുർവേദ വിശാരദനായി തീർന്ന ദ്രോണൻ ബാല്യകാല സഖാവായ ദ്രുപദ മഹാരാജാവിനെ കാണാൻ പാഞ്ചാല രാജധാനിയിൽ ചെന്നു. രാജത്വം കൊണ്ട് ഗർവിഷ്ഠനായി തീർന്ന ദ്രുപദൻ ദ്രോണാചാര്യരുടെ യോഗ്യതയെ ഗണിക്കാതെ ദരിദ്രജനങ്ങളോടുള്ള സഖ്യം രാജാക്കന്മാരുടെ ഗൗരവത്തിന് യോജിച്ചതല്ലെന്ന് ഭാവിച്ച് സതീർത്ഥ്യനായിരുന്ന ആ ഗുരുപുത്രനെ അനാദരിച്ചയച്ചു കളഞ്ഞു. ദ്രോണാചാര്യർ തൻ്റെ ബാല്യസ്നേഹിതൻ്റെ അനാദരവിനെ കുറിച്ച് കുപിതനായില്ലെങ്കിലും സ്ഥിതിഭേദത്താൽ ദ്രുപദൻ്റെ സ്വഭാവത്തിന് സംഭവിച്ച ഈ മാറ്റത്തെക്കുറിച്ച് കുണ്ഠിതപ്പെട്ടുകൊണ്ട് പാഞ്ചാല രാജധാനിയിൽ നിന്ന് മടങ്ങി ഹസ്തിനാപുരത്തിലെത്തി തൻ്റെ സോദരീ ഭർത്താവിനോടൊരുമിച്ച് താമസമാക്കി. ഒരു ദിവസം കൗരവർ കാര കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര ഒരു പാഴ്ക്കിണറ്റിൽ വീണുപോയി. കാര എടുക്കുവാൻ നിവൃത്തിയില്ലാതെ രാജകുമാരന്മാർ വിഷമിച്ചു നിൽക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അതിലേ കടന്നു പോകുന്നത് കണ്ട് അദ്ദേഹത്തോട് കാര എടുത്തു കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ബ്രാഹ്മണൻ കിണറ്റിനരുകിൽ ചെന്ന് തൻ്റെ കയ്യിൽ കിടന്ന മോതിരം കൂടി ഊരി കിണറ്റിലിട്ടു. അനന്തരം പുല്ലുകൊണ്ടൊരു അമ്പും വില്ലുമുണ്ടാക്കി എയ്ത് കാരയും പിന്നാലെ മോതിരവും വീണ്ടെടുത്തു. ഈ അസാധാരണ വിദ്യ കണ്ട് അത്ഭുതഭരിതരായ രാജകുമാരന്മാർ രാജധാനിയിൽ ഓടിയെത്തി വിവരം ധൃതരാഷ്ട്രരെ അറിയിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ആ ബ്രാഹ്മണനെ വരുത്തി വിവരങ്ങളെല്ലാം അറിഞ്ഞ് രാജകുമാരന്മാരെ ആയുധവിദ്യ അഭ്യസിപ്പിക്കുവാൻ അദ്ദേഹത്തെ ആചാര്യനായി നിയമിച്ചു. ഈ മഹാബ്രാഹ്മണനാണ് മഹാഭാരത കഥയിലെ പ്രസിദ്ധനായ ദ്രോണാചാര്യർ. ഇന്നത്തെ ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.